പലപ്പോഴും നമ്മളിങ്ങനെ കണ്ടിട്ടുണ്ട്, പല സ്വപ്നങ്ങളും കണ്ട് നമ്മൾ യാത്ര ആരംഭിച്ചു, വലിയ എഫേർട്ടുകൾ എടുത്തു, വഴിയിൽ വെച്ച് ചില തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്നു. നമ്മുടെ ഉള്ളിലൊക്കെ വരാൻ സാധ്യതയുള്ളൊരു ചിന്തയാണ്, ഞാൻ എൻ്റെ ലക്ഷ്യത്തിലെത്തുമോ, കർത്താവ് കൽപ്പിച്ചത്, കർത്താവ് പ്രോമിസ് എന്ന കാര്യങ്ങളുണ്ട്, ഞാൻ സ്വപ്നം കണ്ട കാര്യങ്ങളുണ്ട്, ബട്ട് വിൽ ഐ റീച്ച് ദെയർ, ഞാൻ അവിടെ എത്തുമോ? ഈ പ്രതിസന്ധിയൊക്കെ കാണുമ്പോൾ, പ്രത്യേകിച്ചത് ഒന്നിനു പുറകെ ഒന്നായിട്ട് കുറേ സങ്കടങ്ങളൊക്കെ കൂടുന്ന സമയത്ത് മാനുഷികമായിട്ട് നമ്മുടെ ഉള്ളിൽ വരാൻ സാധ്യതയുള്ള ഒരു കൺഫ്യൂഷൻ, ഒരു ഭയവും സംശയവും ഒക്കെയാണ്, ഞാൻ ആ ലക്ഷ്യത്തിലെത്തുമെന്ന്. നമ്മളിന്ന് ഒരുമിച്ച് ചിന്തിക്കാൻ പോകുന്നത് സങ്കീർത്തനം 107 കുറച്ച് കുഞ്ഞു വചനങ്ങളൊക്കെയാണ്. പതുക്കെ സമയമെടുത്ത് നിങ്ങളത് സങ്കീർത്തനം 107 പിന്നീട് മുഴുവനായിട്ടൊന്ന് വായിക്കണം. ഇവിടെ നമ്മുടെ ലൈഫ് സിറ്റുവേഷൻ നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ, പ്രശ്നങ്ങൾ തുടങ്ങി, യാത്രകൾ മുമ്പോട്ട് പോകുമ്പോൾ പ്രതിസന്ധികൾ വരുന്നു, ഒരു കൺഫ്യൂഷനിൽ വന്ന് നിൽക്കുന്ന സമയത്ത് കർത്താവ് നൽകുന്ന ഒരു ഉറപ്പിനെ കുറിച്ചാണ് നമ്മൾ ഇതിനകത്ത് വായിച്ചൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത്. വിശുദ്ധനത് എടുക്കുക, 107 സങ്കീർത്തനം എടുക്കണം. അതിൻ്റെ 23 മുതൽ 31 വരെയുള്ള വാക്യങ്ങളാണ് നമ്മളിന്ന് വായിക്കാൻ പോകുന്നത്. സമയത്ത് പതുക്കെ പതുക്കെ നിങ്ങളൊന്ന് വായിച്ച് ധ്യാനിക്കണം കേട്ടോ. സങ്കീർത്തനം 107 23 ഇങ്ങനെയാണ്: ചിലർ സമുദ്ര വ്യാപാരം തുടങ്ങാൻ കപ്പലുകളിൽ പുറപ്പെട്ടു. ചിലർ സമുദ്ര വ്യാപാരം ചെയ്യാൻ കപ്പലുകളിൽ പുറപ്പെട്ടു. നമുക്കത് നമ്മുടെ ഒരു സിറ്റുവേഷനായിട്ട് ചിന്തിക്കുക. പഠിത്തമായിരിക്കാം, ജോലിയായിരിക്കാം, ശുശ്രൂഷയായിരിക്കാം, ഒരു സ്വപ്നം കണ്ടായിരിക്കാം, ഒരു കോഴ്സ് തുടങ്ങിയതായിരിക്കാം, ഒരു പുതിയ ബിസിനസ്സിലേക്ക് നിങ്ങൾ കാലെടുത്ത് വെച്ചായിരിക്കാം, ഒരു പുതിയ സ്വപ്നത്തിന് തിരികൊളുത്തിയതായിരിക്കാം. ചിലർ സമുദ്ര വ്യാപാരം ചെയ്യാൻ വേണ്ടി കപ്പലുകളിൽ യാത്ര പുറപ്പെട്ടു. എന്ന് വെച്ചാൽ ജീവിതത്തിൽ എപ്പോഴും ഏതോ ഒരു സ്വപ്നം കണ്ട ഒരു പ്ലാൻ തയ്യാറാക്കി യാത്ര പുറപ്പെട്ടു എന്നുള്ളൊരു ഫാക്റ്റ് അവിടെ അവതരിപ്പിക്കുകയാണ്. നമ്മുടെ ലൈഫായിട്ട് ചേർത്ത് ചിന്തിക്കുക. 24 വാക്യം ഇങ്ങനെയാണ്: അവർ കർത്താവിൻ്റെ പ്രവൃത്തികൾ ആഴിയിൽ അവിടുന്ന് പ്രവർത്തിച്ച അത്ഭുതങ്ങൾ കണ്ടു. അവർ കർത്താവിൻ്റെ പ്രവൃത്തികൾ കണ്ടു. നിങ്ങൾക്ക് ഇങ്ങനെ തന്നെയാന്ന് തോന്നുന്നു. പല കാര്യങ്ങൾക്കും നമ്മളൊന്ന് മുന്നിട്ടിറങ്ങിയത് ഇതിനു മുമ്പും നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ഇടപെട്ട അത്ഭുതങ്ങൾ ഓർത്തിട്ടാണ്, അല്ലേ? വലിയ കാര്യങ്ങൾ ചിലപ്പോൾ ആളുകൾ നമ്മളോട് പറഞ്ഞിരിക്കും, ഇത് നിന്റെ കയ്യിൽ ഒതുങ്ങുന്ന കാര്യമാണോ, കൊക്കിൽ ഒതുങ്ങുന്നതൊക്കെ കൊത്തിയാൽ പോരെ, പിന്നെ ഇതൊക്കെ ആളുകൾ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ ചില എഫേർട്ടുകൾ, പുത്തൻ സ്വപ്നങ്ങളൊക്കെ കണ്ടതിൻ്റെ പിന്നിലുള്ള ഏറ്റവും വലിയ പ്രചോദനം ഇതായിരുന്നു: ഇതിനു മുമ്പ് കർത്താവ് ചെയ്ത വലിയ പ്രവൃത്തികൾ നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മുടെ ഓർമ്മയിലുണ്ട്. ചില പ്രതിസന്ധികളൊക്കെ ഈ യാത്രയുടെ ഇടയ്ക്ക് വന്നപ്പോഴും നിങ്ങൾക്ക് പിന്നെയും മുന്നോട്ട് പോകാൻ സാധിച്ചു. അതാണ് കർത്താവ് ഇതിനു മുമ്പ് പ്രവർത്തിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇനിയും പ്രവർത്തിക്കും. കർത്താവിൻ്റെ ശക്തമായ പ്രവർത്തികൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഇത് നമ്മുടെ ലൈഫായിട്ടൊന്ന് ചേർത്ത് ചിന്തിക്കുക. ഈ വചനം നമുക്ക് പറഞ്ഞു തരുന്ന അടുത്ത കാര്യം ഇതാണ്. 25 വാക്യം: അവിടുന്ന് കൽപ്പിച്ചപ്പോൾ കൊടുങ്കാറ്റ് വീശി, സമുദ്രത്തിൽ തിരമാലകൾ ഉയർന്നു. 26 വാക്യം: അവ ആകാശത്തോളം ഉയർന്നു, വീണ്ടും ആഴങ്ങളിലേക്ക് താണു, ഈ അപകടത്തിൽ അവരുടെ ധൈര്യം ചോർന്നുപോയി. വചനം ഇങ്ങനെ വളരെ ക്ലിയർ ആയിട്ട് പറയാണ്, ഈ യാത്രയിൽ ചില സഹനങ്ങളും വെല്ലുവിളികളും ഒക്കെ ദൈവം അനുവദിച്ചു. കർത്താവ് കൽപ്പിച്ചു, കാറ്റടിച്ചു, കൊടുങ്കാറ്റുണ്ടായി. ദൈവം അനുവദിക്കാതെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ല എന്നും ഒരു വിശ്വാസം നമുക്കുണ്ട്, അല്ലേ? പ്രതിസന്ധികളാണ്, സങ്കടങ്ങളാണ്, അപ്രതീക്ഷിതമായിട്ട് വന്ന തടസ്സങ്ങളൊക്കെയാണ്, പെട്ടെന്ന് കൺമുമ്പിൽ വരുന്ന ഒരു ബ്ലോക്കാണ്. നമ്മൾ ഒരിക്കലും ഇതെന്നെ കർത്താവ് ഇങ്ങനെയൊക്കെയെന്ന്, ഇതെന്നെ കർത്താവ് ഇങ്ങനെയൊക്കെ എന്ന് അത് ചോദിക്കുന്നതും ആരോടാണ്? കർത്താവിനോട്. കാരണം നമ്മുടെ ഉള്ളിലൊരു ബോധ്യമുണ്ട്, ഈശോയെ നീ അറിയാതെ, നീ അനുവദിക്കാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ല. പക്ഷെ വചനം ഇവിടെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്, ആ കൊടുങ്കാറ്റടിച്ചപ്പോൾ, ആ വലിയ പ്രതിസന്ധി വന്നപ്പോൾ അവരുടെ ധൈര്യം ചോർന്നുപോയി. 26 വാക്യം ഇങ്ങനെയാണ്: ആകാശത്തോളം ഉയർന്നു, വീണ്ടും ആഴങ്ങളിലേക്ക് താണു, ഈ അപകടത്തിൽ അവരുടെ ധൈര്യം ചോർന്നുപോയി. നിങ്ങളൊരു ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് ശ്രമിക്കാമോ? എപ്പോഴാണ് ഒത്തിരി പ്രശ്നങ്ങളും പ്രതിസന്ധികളും വന്നിട്ടും ഏതോ ഒരു വലിയ പ്രശ്നത്തിൻ്റെ മുമ്പിൽ അത് അത്ര അങ്ങ് കയറി വന്നപ്പോഴത്തേനും നമ്മുടെ ധൈര്യം ചോർന്നു പോയൊരു മൊമെൻ്റ് ഉണ്ടല്ലോ. ഏറ്റവും റീസെൻ്റ് ആയിട്ട് സംഭവിച്ചിട്ടുണ്ടാകാം, ചിലപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിൽ സംഭവിച്ചതായിരിക്കാം, അതിൽ നിന്നൊക്കെ കയറി പോന്നിട്ടുണ്ടാകാം. ഒരുപക്ഷെ ഇപ്പോൾ അങ്ങനെ ഈ സമുദ്രം ഉയരുകയും താഴുകയൊക്കെ ചെയ്യായിരിക്കും, വലിയ സുനാമി അടിക്കുന്ന പോലത്തെ അപകടങ്ങളും സങ്കടങ്ങളും ഒക്കെ വരുന്നുണ്ടാകാം. നമ്മുടെ ധൈര്യം ചോർന്നു പോകുന്ന ചില പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, വചനം നമുക്ക് നമ്മുടെ ലൈഫായിട്ട് ഒത്തിരി കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു, അല്ലേ? അടുത്ത വചനം ഒന്ന് വായിച്ചു നോക്കാവോ? 27 വാക്യം: അവർ ഉന്മത്തരെ പോലെ ആടി ഉയലുകയും വേച്ച് നടക്കുകയും ചെയ്തു, എന്ത് ചെയ്യണമെന്ന് അവരറിഞ്ഞില്ല. അതാണ് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. ധൈര്യം മുഴുവൻ പോയി. നേരത്തെ ആണെങ്കിൽ ഒരു ക്രൈസിസ് ഒക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് നല്ല തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുമായിരുന്നു, നമ്മുടെ ബ്രെയിൻ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, മൈൻഡ് ശാന്തമായിരുന്നു. അങ്ങനെ തന്നെ നമ്മൾ പല പ്രതിസന്ധികളെയും കർത്താവിൻ്റെ സഹായത്തോടെ, കർത്താവ് തന്ന ഈ ബുദ്ധിശക്തിയും പ്ലാനിങ്ങും പദ്ധതികളും ഒക്കെ അനുസരിച്ച് പലതിനെയും നമ്മൾ ഓവർകം ചെയ്തിട്ടുണ്ട്, അല്ലേ? പഠിക്കുന്ന സമയത്തായിരിക്കാം, ജോലിയിലായിരിക്കാം, നമ്മുടെ കുടുംബജീവിതത്തിലായിരിക്കാം, മിനിസ്ട്രിയിലായിരിക്കാം, പലതിനെയും നമ്മൾ ഓവർകം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ തിരമാല ചെറിയ തിരമാലയല്ല, ഇത് വമ്പനാണ്. ഇതിങ്ങനെ കയറി അടിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ ധൈര്യം ചോർന്നു പോകുന്നു. വചനം പറയുന്നത് ഇങ്ങനെയാണ്: ഉന്മത്തരെ പോലെ ആടി ഉയലുകയും എന്ത് ചെയ്യണമെന്ന് അറിയാതെ വേച്ച് നടക്കുകയും ചെയ്യുന്നു, എന്ത് ചെയ്യണമെന്ന് അവരറിഞ്ഞില്ല. ഉന്മത്തരെ പോലെ എന്ന് വെച്ചാൽ എന്താ? നമ്മൾ പറയില്ലേ, കിളി പോയി. ചെറിയ സകലമലയാണെങ്കിൽ ഓക്കെ ആയിരുന്നു, ഇതിപ്പം നിലത്ത് നിർത്താൻ പറ്റില്ലാത്ത രീതി നമ്മളെ എടുത്തിട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. പോയി കണക്ഷൻ വിട്ടുപോയി, നമ്മുടെ ബ്രെയിൻ പോലും വർക്ക് ചെയ്യുന്നില്ല മര്യാദയ്ക്ക്, മനസ്സ് ശാന്തമാകുന്നില്ല, പേടിച്ച് വിറച്ചിരിക്കുകയാണ്, എന്ത് ചെയ്യണമെന്ന് അറിയാത്ത സിറ്റുവേഷൻ. സഹോദരങ്ങളെ, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കൂടെയാണ് ഇപ്പോൾ കടന്നു പോകണേ. ആണെങ്കിൽ ഈശോയുടെ പ്രിയപ്പെട്ട കുഞ്ഞത്, ബിലീവ് അഗൈൻ. നിനക്ക് വേണ്ടി ഈശോ വീണ്ടും ഒരു വെളിച്ചം ഇന്ന് ഈ വചന ശുശ്രൂഷകളെ കൊണ്ടെത്തരികയാണ്. വെളിച്ചം മാത്രമല്ല,
മുമ്പോട്ട് നടക്കാനുള്ള വഴിയും കൂടെ തുടർന്നുള്ള വചനങ്ങളിൽ പറഞ്ഞു തരും. 107 സങ്കീർത്തനത്തിൻ്റെ 28 വാക്യം ഇങ്ങനെയാണ്: അപ്പോൾ തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനോട് നിലവിളിച്ചപേക്ഷിച്ചു, അവിടുന്ന് അവരെ ഞെരുക്കങ്ങളിൽ നിന്ന് രക്ഷിച്ചു. ഈ സങ്കീർത്തനത്തിൽ പലതവണ ഈ വചനം ആവർത്തിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർ തങ്ങളുടെ ഞെരുക്കങ്ങളിൽ കഷ്ടതയിൽ കർത്താവിനോട് വിളിച്ചപേക്ഷിച്ചു, അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് കർത്താവ് അവരെ രക്ഷിച്ചു. അതായത് നമ്മുടെ മുമ്പിൽ ഒരു സൊല്യൂഷൻ വരികയാണ്. എന്താണ് സൊല്യൂഷൻ? സി യു ആർ സ്ട്രഗ്ലിങ് എ ലോട്ട്. അതാരോടും പറയുന്നില്ല, പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല, പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലാവുന്നുമില്ല. നീ ഉള്ളിലിങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ് കുഞ്ഞെ, വല്ലാണ്ടെങ്കിൽ ഞെരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്നാ ചെയ്യേണ്ടതെന്ന് അറിയില്ലാതെ ഇങ്ങനെ ആടി ഉലയുകയാണ്. പുതിയ നിയമത്തിൽ നമ്മൾ ഇതുപോലത്തെ സിമിലർ എപ്പിസോഡ് കാണുന്നുണ്ടല്ലേ. ഈശോയും ശിഷ്യന്മാരും ഒക്കെ ഈ തടാകത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ കാറ്റടിക്കുകയും കൊള്ളടിക്കുകയും കടന്ന് ആടി ഉലയുകയും ചെയ്യുന്ന ഒരു വഞ്ചിയെക്കുറിച്ചൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഈശോ അവിടെ ഉണ്ടെങ്കിലും വഞ്ചി കടന്ന് ഉലയുകയാണ്. ദിസ് ഈസ് എ സെയിം തിങ് അല്ലേ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതിനിടയിൽ കർത്താവ് കൂടെയുണ്ടെന്ന് അറിയാം. വി ഫീൽ ഹിസ് പ്രസൻസ്. ഈശോ പലതവണ അത്ഭുതങ്ങളുടെ അടയാളങ്ങളുടെ ഈശോയുടെ പ്രസൻസ് നമ്മുടെ മുമ്പിൽ കാണിച്ചു തന്നിട്ടുണ്ട്. വിഷമിച്ച സമയത്ത് വചനം നമ്മുടെ മുമ്പിൽ തെളിച്ചു തന്നിട്ടുണ്ട്. വിശുദ്ധ കുർബാനയുടെ ആരാധനയോടെ നമുക്ക് പുത്തൻ വെളിച്ചമൊക്കെ തന്നിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ സ്ട്രഗിൾ ചെയ്യാണ്, ഞെരുങ്ങുകയാണ്. എന്നെ ചെയ്യണ്ടേ? യു ജസ്റ്റ് ക്രൈ ഓൺ ടു ഹിം. കർത്താവിനെ നോക്കി വിളിച്ചപേക്ഷിക്കുക. ഉത്തരം അവിടെ കൊടുക്കുകയാണ്. കർത്താവ് കേട്ടേക്കാം, കുറച്ച് കഴിയുമ്പോൾ ഉത്തരം തരും എന്നൊന്നുമല്ല. അവിടുന്ന് അവരെ അവരുടെ കഷ്ടതയിൽ നിന്ന്, ഞെരുക്കങ്ങളിൽ നിന്ന് രക്ഷിച്ചു. യു ബിലീവ് ദിസ് വൺ? ഇപ്പം ഈ കടന്നു പോകുന്ന ക്രൈസിസിനെ നോക്കി ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വിഷമിച്ചിരിക്കാം. ഈശോ ഇതെന്താ ഇങ്ങനെ, ഞാൻ എന്നെ ചെയ്തിട്ടാന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് കരഞ്ഞ് നിലവിളിക്കുക. ഇനി വരാനൊരു തുള്ളി കണ്ണുനീര് പോലും ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് നീ എത്തിയില്ലേ? ഈശോയെ നോക്കാൻ പറ്റാത്ത രീതി കണ്ണടഞ്ഞു പോയൊരു സിറ്റുവേഷനൊക്കെ ആണെങ്കിലും ഹൃദയം ഒന്നിക്കെ കൂടി തുറന്നിട്ട് ഈ ഭയപ്പെടുത്തുന്ന തിരമാലകളെ, ഈ ആടി ഉലയുന്ന വഞ്ചിയെ ഒന്നും നോക്കാതെ, ജീവിതം ഇതെങ്ങോട്ടാ പോണേന്നൊന്നും അറിയാതെ, ഇങ്ങനെ സങ്കടപ്പെട്ട് ആശയക്കുഴപ്പത്തിൽ നിൽക്കാതെ, പലരോടും ചോദിച്ച് കൺഫ്യൂഷൻ ആവാതെ, ക്രൈ ഓൺ ടു ദ ലോർഡ്. നിന്നെ ഇതുവരെ എത്തിച്ച, ഈ യാത്ര തുടങ്ങുമ്പോൾ നിനക്ക് വെളിച്ചം തന്ന, ഈ പ്രതിസന്ധികളിലൂടെയൊക്കെ നിന്നെ കൈപിടിച്ച് നടത്തിയ കർത്താവിനെ തന്നെ ഈ ആടി ഉലയുന്ന വഞ്ചിയിൽ നിന്നും, ഈ കുതിച്ചുയരുന്ന തിരമാലകൾക്ക് അപ്പുറത്തും കർത്താവിനെ മാത്രം നോക്കുക. നിന്റെ കഷ്ടതയിൽ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുക. സങ്കീർത്തനം 107:28. അവിടുന്ന് അവരെ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് രക്ഷിച്ചു, നിന്നെയും രക്ഷിക്കും. തൊട്ടടുത്ത വചനം ശ്രദ്ധിക്കാവോ? 29 വാക്യം: അവിടുന്ന് കൊടുങ്കാറ്റിനെ ശാന്തമാക്കി, തിരമാലകൾ ശമിച്ചു. ഈശോ ഇതിൻ്റെ മുകളിലെല്ലാം കൺട്രോളിലുണ്ടെന്ന് കുഞ്ഞ് വിശ്വസിക്കണം കേട്ടോ. നിൻ്റെ പഠിത്തത്തിൻ്റെ മേലും, നിൻ്റെ കൺഫ്യൂഷൻ്റെ മേലും, നീ ഒഴിവാക്കണം എന്ന് ആഗ്രഹിച്ച പാപത്തിൻ്റെ മേലും, നീ വീണുപോയ കുഴികളുടെ മേലും, നിന്നെ വീഴ്ത്തിയ മനുഷ്യരുടെ മുകളിലും, നിൻ്റെ ഡിപ്രഷൻ, നിൻ്റെ സങ്കടം, നിൻ്റെ ട്രോമാസ്, നിൻ്റെ കഴിഞ്ഞ കാലത്തിൻ്റെ കെട്ട ഓർമ്മകൾ, നിന്നെ പിടിച്ചിങ്ങനെ ഉലച്ചുകൊണ്ടിരിക്കുന്ന ഈ കാറ്റും, നിന്നെ നിലത്ത് നിൽക്കാൻ സമ്മതിക്കാത്ത ഈ കൊടുങ്കാറ്റും, നിന്നെ എടുത്തൊരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്ക് പറിച്ചെറിയുന്ന ഈ തിരമാലകളും, ഇതിൻ്റെ എല്ലാം മുകളിൽ ഹീസ് ഇൻ കൺട്രോൾ, ഹീസ് ഇൻ ചാർജ്. സർവത്തിൻ്റെ മേൽ അധികാരമുള്ളൊരു ഈശോയുടെ കുഞ്ഞാണ് നീ എന്ന് മറന്നുപോയേക്കൽ. ഹീസ് ഹിയർ. കുഞ്ഞിപ്പോൾ കടന്നു പോകുന്ന സങ്കടം എന്ത് തന്നെയാണേലും നീ അപ്പോഴും ഈശോയുടെ കൊച്ചു തന്നെയാണ്. ചിലപ്പോൾ ഇച്ചിരി വഴി തെറ്റിപ്പോയിട്ടുണ്ടാകും, സങ്കടപ്പെട്ടുണ്ടാകും, കർത്താവിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടാകാം. ബട്ട് അപ്പന് നിന്നെ ഉപേക്ഷിക്കാനൊന്നും പറ്റത്തില്ല. വെച്ചേ ഈശോയുടെ കുഞ്ഞായതുകൊണ്ട് നീ പിന്നെ വഴിയിൽ നിന്ന് കിട്ടിയൊന്നല്ലോ, തവിട് കൊടുത്ത് മേടിച്ചൊന്നല്ലോ. ഈശോ തൻ്റെ രക്തം കൊടുത്ത് മേടിച്ച ജീവിതമാണ് നിൻ്റെത്. അങ്ങനെ കളയാൻ വേണ്ടിയിട്ട് നീ പോലും തീരുമാനിച്ചാലും, അത് നശിപ്പിക്കണം ചുറ്റുമുള്ളവർ തീരുമാനിച്ചാലും, ഈ ജീവൻ തന്നവൻ, വില കൊടുത്ത് ജീവൻ നിനക്ക് വാങ്ങി തന്നവൻ, അത് നശിപ്പിച്ച് കളയാൻ വേണ്ടിയിട്ട്, അത് നശിക്കാൻ വേണ്ടി കർത്താവ് അനുവദിക്കുന്നൊന്നുമില്ല. ഈ കാറ്റ് ശമിക്കും, ഈ കൊടുങ്കാറ്റ് തീരുമെന്ന്. ഇത് എത്ര ദിവസത്തേക്കുണ്ടാവും? എത്ര രാത്രികൾ നീ ഇങ്ങനെ ഉറങ്ങാണ്ടിരിക്കും? ഈശോ ക്രൈ ഫോർ എവർ. നിന്റെ കരച്ചിൽ എല്ലാ കാലത്തേക്കും അന്ന് നീ വിചാരിക്കുന്നുണ്ടോ? ഈ കണ്ണുനീര് ചുമ്മാ കുപ്പിയിൽ ശേഖരിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവൊന്നുമല്ല. ഈ കണ്ണുനീര് കണ്ടവനാണ്, ഇതിനെക്കാട്ടും കൂടുതൽ കരഞ്ഞവനാണ്, ഗത്സമനിൽ കൊടുങ്കാറ്റ് കണ്ടവനാണ്, കുരിശിൽ ഒറ്റപ്പെട്ടു പോയവനാണ് നിന്റെ ഈശോ. അപ്പ ഈ കൊടുങ്കാറ്റും ഈ തിരമാലകളൊക്കെ ശമിക്കും. ഈശോ ഈസ് ഇൻ ചാർജ്. അത് മറന്നുപോയേക്കൽ. 29 വാക്യത്തിൻ്റെ തൊട്ടടുത്ത വചനം ഇങ്ങനെയാണ്: ശാന്തത വന്നതുകൊണ്ട് അവർ സന്തോഷിച്ചു, അവർ ആഗ്രഹിച്ച തുറമുഖത്ത് അവിടുന്ന് അവരെ എത്തിച്ചു. 30 വാക്യം ശരിക്കും അടയാളപ്പെടുത്തി കേട്ടോ. ശാന്തത വന്നതുകൊണ്ട് അവർ സന്തോഷിച്ചു, അവർ ആഗ്രഹിച്ച തുറമുഖത്ത് അവിടുന്ന് അവരെ എത്തിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സോ പ്രേ ഫോർ ദിസ് വൺ. ഈ ഒരു പീസ്, ഈ ഒരു സമാധാനം, ഈ ഒരു ട്രാങ്ക്വിലിറ്റി, ഈ ഒരു ശാന്തത എന്ന് അറിയാൻ വേണ്ടി പ്രാർത്ഥിക്കണം. നിനക്ക് നല്ല തീരുമാനങ്ങൾ എടുക്കാൻ ഓൾറെഡി കർത്താവ് വഴി തുറന്നു വെച്ചിട്ടുണ്ട്. നിനക്ക് തീരുമാനിക്കേണ്ട കാര്യങ്ങളൊക്കെ കർത്താവ് ഓപ്പൺ ചെയ്ത് വെച്ചേക്കാണ്. പക്ഷേ നമ്മുടെ മൈൻഡ് ഇങ്ങനെ പ്രക്ഷുബ്ധമായതുകൊണ്ട്, ഈ തിരമാല പോലെ ഇങ്ങനെ കടന്ന് ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഈ റൈറ്റ് വേ, കറക്റ്റ് വഴി കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ശരിക്കും അത് അവിടെ ഉണ്ട്, പക്ഷെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഭയപ്പെടുത്തുന്ന കുറേ കാര്യങ്ങൾ, പഴയ ഓർമ്മകൾ, തോറ്റുപോയതിൻ്റെ കെട്ട ഓർമ്മകളൊക്കെ ഇങ്ങനെ നമ്മളെ സങ്കടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് ഇവിടുന്നൊക്കെ മനുഷ്യർ പറഞ്ഞ ഉപദ്രവം പിടിക്കുന്ന വാക്കുകൾ, നിരാശയുടെ വാക്കുകളൊക്കെ നമ്മളിങ്ങനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ യുവർ മൈൻഡ് ഭയങ്കര ഡാർക്കായിട്ട് നിൽക്കുകയാണ്. ശാന്തത വരണം. ശാന്തത വന്നാൽ ഓട്ടോമാറ്റിക്കായിട്ട് സന്തോഷം വരും. ഓട്ടോമാറ്റിക്കായിട്ട് സന്തോഷം വന്നാൽ കർത്താവ് കാണിച്ചു തരുന്ന തീരം പെട്ടെന്ന് കൺമുമ്പിൽ ക്ലിയർ ആവും.
ഇപ്പം ബ്രെയിനൊക്കെ ഇങ്ങനെ ഒരു ഫോഗൊക്കെ വന്ന് ഒരു മഞ്ഞുമൂടിയൊക്കെ ഇങ്ങനെ കിടക്കുകയാണ്. ഈശോ ഇവിടെ ഉണ്ടെന്നുള്ളത് നീ വിശ്വസിച്ചേക്കുക. എന്തൊക്കെ സംഭവിച്ചാലും മേ ബി ഇപ്പോൾ അതെ നമ്മളൊരു സ്ക്രീനിൻ്റെ അപ്പുറം ഇപ്പുറമൊക്കെ ആയിരുന്നു കാണുന്നു. അച്ഛനെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന പോലെ ചിലപ്പോൾ ഈശോയെ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവില്ല. പക്ഷേ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വചനം, ഈ കിട്ടുന്ന ബോധ്യങ്ങളിലൂടെയൊക്കെ ഈശോ ഈസ് പ്രൂവിങ് ദാറ്റ് ഹീ സ്റ്റിൽ ലവിങ് യു. നിന്നെ ഇപ്പോഴും സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നിനക്ക് ശാന്തത തരാനും സന്തോഷം തരാനും നിന്നെ ഈ തീരത്തെത്തിക്കാനും ഞാനിവിടെ ഉണ്ടടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കർത്താവ് ഇവിടെ ഇരിക്കുന്നതിൻ്റെ സാന്നിധ്യത്തിൻ്റെ ഒരു ഉറപ്പ് തന്നെയാണ് ഇന്ന് നിൻ്റെ അടുത്തേക്ക് ഈ വന്ന ദൈവവചനം. ഉറപ്പായിട്ടും കുഞ്ഞെ ശാന്തത വരട്ടെ, സന്തോഷം വരട്ടെ. അവരാഗ്രഹിച്ച തീരത്ത് അവിടുന്ന് അവരെ എത്തിച്ചു. നീ സ്വപ്നം കണ്ട് തുടങ്ങിയില്ലേ, പ്രാർത്ഥിച്ചു തുടങ്ങിയില്ലേ, പഠിക്കാൻ തുടങ്ങിയില്ലേ കോഴ്സ്? ഇപ്പം പൂർത്തിയാക്കാൻ പറ്റുന്നില്ലെന്ന് വിചാരിച്ചായിരിക്കും, ഇപ്പം ഇട്ടേച്ച് പോകണം തോന്നുമായിരിക്കും. ചിലപ്പോൾ ഒരു 4 വർഷത്തെ കോഴ്സ് 2 വർഷത്തിൽ ഒക്കെ അങ്ങനെയൊക്കെ പെടാപ്പാട് എത്തി നിൽക്കുകയായിരിക്കും. ഇനി മുമ്പോട്ട് പോകണ്ടെന്ന് തോന്നുന്നുണ്ടാവും. ആരംഭിച്ചൊരു ബിസിനസ്, ഒരു പുതിയ വെഞ്ചർ, ഒരു പുതിയ പ്രൊജക്റ്റാണ്, വഴി വെച്ച് ഇട്ടേച്ച് പോകണം എന്നൊക്കെ തോന്നുമായിരിക്കും. ഇത് പ്രാർത്ഥിച്ച് ആരംഭിച്ചതാണോ? ഈശോ തന്നൊരു സ്വപ്നമാണോ? നീ ഈശോയോട് ചോദിച്ചെടുത്ത തീരുമാനമാണോ? തടസ്സങ്ങൾ ഉണ്ടാവില്ലെന്നല്ല, ഇഷ്ടം പോലെ ഉണ്ടാവും. തിരമാല വരും, കാറ്റടിക്കും, കൊടുങ്കാറ്റ് വരും, പർവ്വതങ്ങൾ മുമ്പിൽ വന്ന് നിൽക്കും. ആർ യു റെഡി ടു ഗോ ഫോർവേഡ്? ഈശോ ഇവിടെ ഉണ്ടെന്നും പറഞ്ഞ് മുമ്പോട്ട് പോകാൻ തയ്യാറാണെങ്കിൽ കുഞ്ഞെ വഴി ഓട്ടോമാറ്റിക്കായിട്ട് ഈശോ തെളിച്ചു തരും. നിൻ്റെ മൈൻഡ് ശാന്തമാകും, സന്തോഷം നിറയും. നീ ആഗ്രഹിച്ച തീരത്ത് കർത്താവ് നിന്നെ എത്തിക്കുമ്പോൾ ഇതുവരെ എത്തിച്ചതിനും ഇനി എത്തിക്കാൻ പോകുന്ന ആ തീരത്തേക്ക് ഓർത്ത് നീ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. സങ്കീർത്തനം 107:31. അവർ കർത്താവിന് അവിടുത്തെ കാരുണ്യത്തെ പ്രതിയും മനുഷ്യമക്കളിൽ അവിടുന്ന് ചെയ്ത അത്ഭുതങ്ങളെ പ്രതിയും നന്ദി പറയട്ടെ. ജസ്റ്റ് താങ്ക് ദ ലോർഡ്. ഇതുവരെ കർത്താവ് ഈ തിരമാലകളിലൊക്കെ ഞാൻ പെട്ടിട്ടും എന്നെ ഞാൻ ആഗ്രഹിച്ച തീരങ്ങളിൽ, നീ ആഗ്രഹിച്ച തീരങ്ങളിൽ എന്നെ നീ എത്തിച്ചിട്ടുണ്ട്. ഇപ്പം ഈ ഒരു തിരമാല കടന്ന് ഇളകുന്നുണ്ട്. എങ്ങോട്ട് തിരിയണമെന്ന് അറിഞ്ഞൂടാ, ശാന്തതയില്ല, ലക്ഷ്യം തെറ്റിപ്പോകുന്നു, നിർത്തിപ്പോകാൻ തോന്നുന്നു, തിരിച്ചു തുഴയാൻ ചിലപ്പോൾ പറ്റില്ലടോ. നമ്മളൊരു തീരുമാനം എടുത്തു പോയില്ലേ, നമ്മളൊരു കാലെടുത്ത് വെച്ച് പോയില്ലേ, ഇനി തിരിച്ചു പോകാനൊരു ഓപ്ഷൻ ഉണ്ടാവില്ല. അങ്ങനെയെങ്കിൽ ട്രസ്റ്റ് ഹിം അഗൈൻ. കർത്താവിനെ ഒന്നുകൂടെ ഒന്ന് ആശ്രയിച്ച് ഇതുവരെ വഴി എത്തിച്ചതിനൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് മുന്നോട്ട് കർത്താവ് നയിച്ചോളൂ എന്നൊക്കെ പറഞ്ഞ് ധൈര്യമായിട്ടങ്ങ് ഇറങ്ങ്. കർത്താവല്ലേ കൂടെ നിൽക്കുന്നത്, തോറ്റാൽ പോലും കർത്താവല്ലേ. അങ്ങനെ തോറ്റുപോകാനൊന്നും കർത്താവ് ഈശോയുടെ കുഞ്ഞിനെ അനുവദിക്കില്ലടോ. ധൈര്യമായിട്ട് മുമ്പോട്ട് പോകും. ഈ സങ്കീർത്തനം 107 സമയത്ത് മുഴുവനായിട്ടൊന്ന് വായിക്കാം, എന്നിട്ട് പ്രാർത്ഥിക്കും. നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, നിങ്ങൾക്ക് അറിയാവുന്നവരുണ്ടാകാം ഇങ്ങനെ ഒരു ക്രൈസിസിൽ കൂടെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ വിഷമിക്കുന്ന നൂറുകണക്കിന് ആൾക്കാർ നമ്മുടെ ചുറ്റുമുണ്ട്. നമ്മുടെ പ്രായത്തിലുള്ളവർ, നമ്മളെപ്പോലെയുള്ളവർ ഒക്കെ, അവരൊക്കെ ഒന്ന് മനസ്സിലോർത്ത് ഇന്ന് രാത്രിയിൽ എപ്പോഴേലും കിടന്നുറങ്ങുന്നതിന് മുമ്പ് കുറച്ച് നേരം ഒന്ന് പ്രാർത്ഥിക്കണം. നിനക്ക് വേണ്ടി മാത്രമല്ല, നിന്നെപ്പോലെ നിൻ്റെ അതേ സ്ട്രഗിളിൽ കൂടെ കടന്നു പോകുന്ന ഒരു 10 പേരെ മനസ്സിൽ ദത്തെടുത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാവോ? ഇതൊരു അനുഗ്രഹമായിട്ട് മാറട്ടെ. നിങ്ങൾ ഈ വായിക്കാൻ പോകുന്ന വചനം നിങ്ങൾ ആരിലേക്കൊക്കെ ഇത് എത്തിച്ചു കൊടുക്കുന്നു, അവർക്ക് ഇതൊരു അനുഗ്രഹം മാറട്ടെ എന്ന് ഈ ആശീർവാദത്തിലൂടെ പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.